ഞങ്ങളെല്ലാവരും കൂടി അധ്യാപകരെ പിടിച്ച് കൂട്ടിയിട്ടു. 9ാം ക്ലാസ്സിൽ വെച്ച് നമ്മളന്ന് പോലീസ് കൊണ്ടുപോയിട്ട്. പിന്നീടും ഒത്തിരി വിഷയങ്ങൾ അസ്മാബി കോളേജിൽ പഠിക്കുന്ന സമയത്തും മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷനിൽ ആദ്യമായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ എന്നെ വിളിച്ച് എല്ലാ സഹായവും തന്നിട്ടുള്ളത് എതിർകക്ഷിയായിട്ട് എൻ്റെ മുന്നിൽ അന്ന് നിന്നിട്ടുള്ള ഈ KSU പ്രവർത്തകരാണ് എന്നുള്ളത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ജനങ്ങളോട് ഏറ്റവും സൗമ്യമായിട്ട് പെരുമാറുകയും സമൂഹത്ത് മറ്റൊരു രീതിയിൽ പെരുമാറുകയും ഉദ്യോഗസ്ഥർ വേറെ രീതിയിൽ പെരുമാറുകയും എന്ത് കാര്യമുണ്ടെങ്കിലും അത് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ആജ്ഞാശക്തി അച്ഛനുണ്ടായിരുന്നു എന്നുള്ളത്. രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന എതിർകക്ഷികൾ ആര് വന്നാലും അവർക്കത് അർഹതപ്പെട്ടതാണെങ്കിൽ അത് നേടിക്കൊടുത്തിരിക്കും. CPIയുടെ അനിഷേധ്യനായ നേതാവ്, നിരവധി സാമൂഹ്യ പ്രവർത്തകരുടെ രാഷ്ട്രീയ ഗുരുവായ ശ്രീ VK രാജന്റെ മകൻ, കൊടുങ്ങല്ലൂരിന്റെ സ്വന്തം VR സുനിൽകുമാർ MLA ആണ് ഇന്ന് ലീഡർഷിപ്പ് അൺഫിൽറ്റേഡിൽ നമ്മളോട് കൂടെയുള്ളത്. സുനിലേട്ടാ, സ്വാഗതം. നമസ്കാരം. നമ്മൾ സാധാരണക്കാരൻ എന്ന് വേണേൽ പറയാം. ഞങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ഓട്ടോയിലാണ് ഇവിടേക്ക് വന്നത്. നമ്മളിങ്ങനെ MLAയുടെ കാറൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നപ്പോൾ ഓട്ടോയിൽ ഇതേ ഒരാൾ ഇങ്ങനെ കയറി വരുന്നു. ശരിക്കും ഈ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയാണ്, സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ സുനിലേട്ടൻ? ഞാൻ എൻ്റെ ജനിച്ചു വളർന്നത് നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. ഈ അച്ഛൻ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെറുപ്പത്തിൽ വളർത്തിയിട്ടുള്ളതും ആ ഒരു രീതിയിൽ തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. സാധാരണ ഗ്രാമ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഞങ്ങളൊക്കെ വളർന്നത്. ആ സാഹചര്യത്തിൽ ആ ഒരു ഇടപഴകലുകൾ എല്ലാം തന്നെ ആ ഒരു രീതി തന്നെയായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളെയും അങ്ങനെ തന്നെയാണ്. അച്ഛൻ, അമ്മ ടീച്ചറും ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ആ നാട്ടിൻപുറത്തെ ശൈലിയിൽ തന്നെ വളർന്നു വന്ന ആളുകളാണ്. അതുകൊണ്ട് ഇത് ഇന്നും ആ രീതി തന്നെയാണ്. പക്ഷെ അത്ഭുതമാണ്. കാരണം ഒരു MLA എന്ന് മാത്രമല്ല, അച്ഛൻ ഒരു MLA ആയിരുന്നു, ഒരു മന്ത്രിയായിരുന്നു. അതും വളരെ ആളുകളുടെ അത്രയും മനസ്സ് കീഴടക്കിയ ഒരു അച്ഛന്റെ മകനാണ്. സാധാരണ കാണുന്ന കൂടെ ഒരാൾ പോലും ഇല്ല, ഒറ്റയ്ക്ക് ഇങ്ങ് വന്ന് അല്ലേ? സ്വന്തം നാടാണ്. അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ എനിക്ക് ഇത് ചെയ്യാൻ കഴിയും. ചെറുപ്പം ശരിക്കും സ്കൂൾ കാലഘട്ടം എവിടെയായിരുന്നു? സ്കൂൾ കാലഘട്ടം പുല്ലൂറ്റ്, എൻ്റെ നാടായിട്ടുള്ള പുല്ലൂറ്റാണ്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിക്കകത്തുള്ള പുല്ലൂറ്റ് വില്ലേജാണ് എൻ്റെ നാട്. അവിടുത്തെ LP സ്കൂളിൽ, അവിടുത്തെ TDP സ്കൂള്, തീയധർമ്മ പരിപാലന സ്കൂള്, UP, അതുപോലെ തന്നെ ഹൈസ്കൂള്. ഇപ്പം ഇന്ന് അച്ഛൻ്റെ നാമധേയത്തിലാണ് ആ സ്കൂള് പേര് ഇട്ടിട്ടുള്ളത്. ഹൈസ്കൂളിലും ഗവൺമെൻറ് ഹൈസ്കൂളിൽ തന്നെയാണ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. പിന്നീട് കോളേജ് വിദ്യാഭ്യാസം, പ്രീ ഡിഗ്രി പഠിക്കുന്നത് ക്രൈസ്റ്റ് കോളേജിൽ, ഡിഗ്രി പഠിക്കുന്നത് MES അസ്മാബി കോളേജ്, അതുപോലെ PG ഒരു വർഷം ഞാൻ മലയാളം ഇതുണ്ട്, അത് കേരളോർമ്മ കോളേജിൽ, LLB പഠിക്കുന്നത് തിരുവനന്തപുരം ലോ അക്കാഡമി കോളേജിലാണ്. അച്ഛൻ MLA ആവുന്ന സമയത്ത് ഞാൻ LLB, അച്ഛൻ MLA ആവുന്നത് 1977 ആദ്യമായിട്ട് MLA ആവുന്നത്. അന്ന് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അത് ആ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MLA ആര് എന്ത് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കൊരു ധാരണയില്ലല്ലോ. എന്താണ് MLA, ആ ഒരു ഇതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണ ഒന്നുമില്ല. സാധാരണ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വെക്കുന്ന കാലം മുതലേ അച്ഛൻ അത്രയും രാഷ്ട്രീയത്തിൽ സജീവമായ പ്രവർത്തകനാണ്. അതുകൊണ്ട് നമുക്കതൊരു ഫീലല്ല, നമുക്കതൊന്നും ഫീലല്ല. അതുകൊണ്ട് അതങ്ങനെ ഒരു സംഭവമായിട്ട് നമുക്ക് അങ്ങനെ തോന്നാറില്ല. നമ്മളെല്ലാവർക്കും ചോദിക്കും എങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവെന്ന്. ഞാൻ ആ ചോദ്യം ഇവിടെ പ്രസക്തിയില്ല നമുക്ക്. എന്നാലും രാഷ്ട്രീയത്തിനോട് അച്ഛൻ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിലും തോന്നുമല്ലോ രാഷ്ട്രീയത്തില് നമുക്ക് രാഷ്ട്രീയത്തിൽ വേണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിൽക്കണം, സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ഞാൻ വിദ്യാർത്ഥി സംഘടന തുടങ്ങി ഇതിലുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാലവേദി തുടങ്ങി. എന്ന് വെച്ചാൽ വീട്ടിലെ സാഹചര്യം അതാണ്. അപ്പോൾ പാർട്ടിയുമായിട്ട് യോജിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് തന്നെ എല്ലാവരും അന്നത്തെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒക്കെ തന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ബാലവേദി തലത്തിൽ തുടങ്ങി. AISF അന്നത്തെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ 8ാം ക്ലാസ്സിൽ ക്ലാസ് ലീഡറായി.
അങ്ങനെ AISF ഭാരവാഹിയായി അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് തുടങ്ങി. പിന്നെ AISF സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ വരെ ആവുന്നൊരു ഇതുണ്ടായിരുന്നു. ഇടയ്ക്ക് ലോ അക്കാഡമിയിൽ മാഗസിൻ എഡിറ്ററായിട്ട് നിന്ന് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഒട്ടനവധി സമരങ്ങളും ഇതൊക്കെ മർദ്ദനങ്ങളൊക്കെ തന്നെ ഈ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഏറ്റവും രസകരമായ അനുഭവം ഏതാണ്? ഞാൻ സമരം നടത്തിയില്ല. ഏറ്റവും രസകരമായിട്ട് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് AISF ഒരു സമരം നടത്തി. വിദ്യാർത്ഥി സംഘടന സമരത്തിൽ അന്ന് അധ്യാപകർ ആണ് സമരം നടക്കുന്നുണ്ടായിരുന്നു. അധ്യാപകർ സമരം നടത്തിയെന്ന് വെച്ചാൽ അവരെ ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു സമരമാണ് അന്ന് നടത്തിയത്. അന്ന് ആ സമരം നടത്തുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി അധ്യാപകരെ പിടിച്ച് പൂട്ടിയിട്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഒരു നീല ഇടിവണ്ടിയാണല്ലോ അന്ന് നമ്മുടെ സ്റ്റേഷനിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഇടിവണ്ടി എന്ന് നമ്മൾ പറയാമെന്ന്. ഒരു നീല വണ്ടി ആണ് അന്നത്തെ ആ വണ്ടി. അതുമായിട്ട് വന്നു കഴിഞ്ഞ് പോലീസുകാർ ഞങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ അധ്യാപിക, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയാണ് ഇന്ദിര ടീച്ചർ ഇന്ന് മരിച്ചുപോയി. അടുത്ത കാലത്ത് തന്നെ മരിച്ചു. എന്നാൽ ടീച്ചർ എന്ന് പറയുന്നൊരു ഇതുണ്ട്. പിന്നെ സിനിമയ്ക്കല്ലേ പോണത്, നിങ്ങളെ സിനിമയ്ക്കല്ലേ കൊണ്ടുപോകണത് എന്നുള്ള രീതിയിൽ. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഗൗരവവും ഞങ്ങൾക്ക് അറിയണില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്, അതിൻ്റെ ഒരു ഗൗരവം അന്നൊന്നുമില്ല. അപ്പോൾ ടീച്ചർ പറയുന്നത് നിങ്ങളെ സിനിമയ്ക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിൽ ഇവിടെ കളിയാക്കി കഴിഞ്ഞ് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ സമരമൊക്കെ പിന്നെ അതങ്ങനെയാണ് തീർന്നു പോയത്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. കുട്ടികളാണ് ആ പരിഗണന വെച്ച് നമ്മളന്ന് വിടുകയാണ് ഉണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ വെച്ച് നമ്മളന്ന് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അത് വേറെ രീതിയാണ്. ഒരു മിരട്ടി നമ്മളെ അത് കഴിഞ്ഞിട്ട് നമ്മളോട് പൊക്കളാനും പറഞ്ഞു. ഇതാണ് കോളേജ് ലൈഫിൽ എങ്ങനെയാണ്? കാരണം കുറച്ചും കൂടെ സീരിയസ് ആയ ഒരു കാലഘട്ടമാണ്, ധൈര്യം കൂടിയ കാലഘട്ടമാണ് കോളേജ് കാലഘട്ടത്തിൽ നിന്നല്ല. നമ്മള് അന്ന് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ എതിർകക്ഷികൾ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നത് KSU ആണ് നമുക്ക് അന്ന് എതിരാളികളായിട്ട് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഇതിലാണെങ്കിൽ അന്ന് ആ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതലുള്ള പ്രദേശമാണ്. അതുകൊണ്ട് AISF ആണ് അന്ന് കൂടുതൽ ശക്തമായിട്ടുണ്ടായിരുന്നൊരു വിദ്യാർത്ഥി സംഘടന. അന്ന് KSUക്കാരായിട്ടായിരുന്നു. KSU ആയിട്ട് അന്ന് തന്നെ കുറേ ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു, തല്ലുണ്ടായിരുന്നു, ചങ്ങലക്കടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ അത് അത്രയും ഇതായിട്ടുള്ള രാഷ്ട്രീയം രൂക്ഷമായിട്ട് നിൽക്കുന്നൊരു കാലഘട്ടമാണ്. ഇന്നത്തിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയം നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളിൽ പോലും അത്തരത്തിൽ ബ്ലഡിൽ ആത്മാർത്ഥത കൂടിയിട്ടുള്ളൊരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗവും അന്ന് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങി നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മൾ ആ ഒരു അതുമായിട്ട് ലയിച്ചു പോവുകയാണ്. ഈ സംഘടനാപരമായിട്ട് നമ്മൾ ലയിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട്. അല്ലാതെ നമുക്ക് വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ എതിർകക്ഷികൾ എന്ന് പറയുന്നവരോട് നമുക്കൊരു എതിർപ്പോ അങ്ങനത്തെ വിഷയങ്ങളോ വ്യക്തികളായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല. പിന്നീടും ഒത്തിരി വിഷയങ്ങൾ അസ്മാബി കോളേജിൽ പഠിക്കുന്ന സമയത്തും മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥി സമരങ്ങളിൽ ഇപ്പം നവോദയ സമരം നടത്തുന്ന സമയത്ത് തല്ല് കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി സമരത്തിൽ തല്ല് കിട്ടിയിട്ടുണ്ട്. വിവിധങ്ങളായ കുറെ സമരങ്ങൾ, മർദ്ദനങ്ങൾ ഏൽക്കേണ്ടതായിട്ടുള്ള സമരങ്ങൾ ഓൾമോസ്റ്റ് രാഷ്ട്രീയത്തില് ഒരു ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്ത് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് എല്ലാ ജനപ്രതിനിധികളും ഇതുപോലെ വളർന്നു വന്നിട്ടുള്ളത് നല്ല അടിയിടിയോ. അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഭാഗം. നമ്മള് ആ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിനോടുള്ള ഏറ്റവും വലിയ കൂറ് പ്രസ്ഥാനത്തിനോടും അതുപോലെ തന്നെ സമൂഹത്തിനോടും ആ ആവശ്യകതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂറ് പ്രകടിപ്പിച്ചിരുന്നൊരു കാലഘട്ടമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കുള്ളൊരു ഇതുണ്ടോ എന്നുള്ളതിൽ എനിക്കൊരു സംശയവും കൂടി ഉണ്ട്. ഞാൻ ഇതായിട്ട് കാണുന്നതല്ല. ആ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തതകളാണ് അന്ന് ഇത്രയും ഇതായിട്ട് ഉണ്ടാവുന്നത്. പക്ഷെ അവരൊക്കെ ആയിട്ട് പിന്നീട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ വളരെ സ്നേഹപൂർവ്വമായിരുന്നു. അതെല്ലാം കഴിഞ്ഞു കോളേജ് വിട്ടുപോകുന്ന കാലഘട്ടത്തിൽ നല്ല ബന്ധങ്ങൾ ഇന്നും ആ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഇലക്ഷനിൽ ആദ്യമായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ എന്നെ വിളിച്ച് എല്ലാ സഹായവും തന്നിട്ടുള്ളത് എതിർകക്ഷിയായിട്ട് എൻ്റെ മുന്നിൽ അന്ന് നിന്നിട്ടുള്ള ഈ KSU പ്രവർത്തകരാണ് എന്നുള്ളത് എനിക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും. അതെനിക്ക് വളരെ സന്തോഷവും ഉള്ളൊരു കാണുന്നത് മാത്രമല്ല അതിന്റെ ബിഹൈൻഡ് ശരിക്കും ഒരു സ്നേഹത്തിന്റെ നല്ല ഇത് ആണ്. അന്ന്
അവരെല്ലാവരും ഗൾഫിലായിരുന്നു. ഈ പോയ അന്ന് വിദ്യാർത്ഥി സംഘടന പ്രവർത്തിച്ച എതിർകക്ഷികളായിട്ടുള്ള KSUവിൻ്റെ പ്രവർത്തകർ, SFIയുടെ അന്ന് അനുകൂലമായ SFIയുടെ പ്രവർത്തകർ ഉൾപ്പെടെ അന്ന് മിക്കവാറും ആളുകളൊക്കെ തന്നെ ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവര് അവിടെ നിന്ന് ഒരുപക്ഷെ അവിടെ നമുക്ക് പറയുമ്പോൾ അവിടെ നിന്ന് ഈ KSU പ്രവർത്തകരും SFIയുടെ പ്രവർത്തകർ, KSU പ്രവർത്തകരൊക്കെ തന്നെ പണം പിരിച്ച് ആദ്യത്തെ കെട്ടിവെക്കാനുള്ള പൈസ എൻ്റെ ഏൽപ്പിച്ചു കൊണ്ടുവന്നത് ഈ KSUവിൻ്റെ ആളുകളാണ്. അതിവിടെ KSUവിൻ്റെ പ്രവർത്തകരാണ്. അത്രയും സൗഹൃദങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് അന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നും എതിർകക്ഷികളോട് ഞാൻ അത്തരത്തിൽ ഒരു ഇതും രാഷ്ട്രീയപരമായിട്ടുള്ളതൊന്നുമില്ല, വ്യക്തിപരമായിട്ട് സൗഹൃദങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. അച്ഛനെ കുറിച്ച് പ്രത്യേകം പറയണം. രാജൻ ചേട്ടൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നലല്ല, ഒരുപാട് ആളുകളുടെ റോൾ മോഡലും കൂടിയാണ്. അപ്പം അച്ഛന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് വേറൊരു രീതിയായിരിക്കും. അതിൽ നിന്ന് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ചേട്ടന്റെ വേറെ രീതി വ്യത്യസ്തങ്ങളാണ്. അച്ഛന്റെ ഏത് ആശയമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? അച്ഛന്റെ രീതികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് മിലിറ്റന്റ് ആയിട്ടുള്ളൊരു രീതിയാണ്. എന്ത് കാര്യങ്ങളും അത് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതൊരു ആജ്ഞാശക്തിയായിരുന്നു അന്നത്തെ. അത് തന്നെയാണ് ആളുകൾ അന്ന് ഇഷ്ടപ്പെട്ടിരുന്നത്. അതിന്ന് വ്യത്യസ്തമാണ് അത് വേറെ. അപ്പോൾ അച്ഛൻ്റെ ഒരു ശൈലി അത് ഒരുപക്ഷെ നമുക്കത് ഇമിറ്റേറ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്ന ഒന്നല്ല. ജനങ്ങളോടുള്ള ഇതിലും ഒരു സമരമുഖത്തായാലും ജനങ്ങളോട് ഏറ്റവും സൗമ്യമായിട്ട് പെരുമാറുകയും സമരമുഖത്ത് മറ്റൊരു രീതിയിൽ പെരുമാറുകയും ഉദ്യോഗസ്ഥർ വേറെ രീതിയിൽ പെരുമാറുകയും എന്ത് കാര്യമുണ്ടെങ്കിലും അത് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ആജ്ഞാശക്തി അച്ഛനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഏറെ നമുക്ക് വ്യത്യസ്തമായിട്ട് ജനങ്ങളും ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യം എന്ന് പറയും. ഇന്നും ആളുകൾ ഓരോ ദിവസവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ കാര്യം എന്നെ കാണുമ്പോൾ പറയുന്നത് അച്ഛൻ്റെ കാര്യമാണ് നമ്മളോട് പറയുന്നത്. അച്ഛനായിട്ടുള്ള അടുപ്പം എന്നുവെച്ചാൽ ഏറ്റവും സാധാരണ റൂട്ടിൽ നിന്ന് വളർന്നു വന്നുകൊണ്ട് ഒരു കയർ തൊഴിലാളിയായിട്ട് വളർന്നു വന്ന് ഒരു മന്ത്രിയായ എല്ലാ മേഖലയിലുള്ള ആളുകളുമായിട്ട് അത്രയും അടുത്ത ബന്ധങ്ങളായിരുന്നു കാത്തു സൂക്ഷിച്ചിരുന്നത്. ഇവിടെ കാണുന്ന ഈ മാർക്കറ്റിലെ തൊഴിലാളികൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്ന അത്രയും ആത്മബന്ധം അവരായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സ്നേഹം അത് തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവര് അച്ഛനോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹം ഈ ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ആ സ്നേഹം നന്നായിട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നുണ്ട്. ഇന്നും ആ ഓർമ്മ ഉണ്ടാവും. അച്ഛൻ അങ്ങനെ വഴക്ക് പറയുകയോ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. വഴക്ക് പറയുന്ന ഒരു സാഹചര്യം ഒന്നും അച്ഛനുണ്ടായിട്ടില്ല. അച്ഛന് എല്ലാവരോടും അങ്ങനെയാണ്. ഇപ്പോൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ തന്നെ അച്ഛനായിട്ട് അത്ര അടുപ്പം ഉണ്ടായിട്ടുണ്ടാവും. അച്ഛൻ വഴക്ക് പറഞ്ഞ ആളുകൾ നല്ല ബന്ധങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ആ ബന്ധം ഉണ്ടാവും. അതാണ് അച്ഛൻ്റെ ഒരു അമ്മ തീർച്ചയായിട്ടും അച്ഛൻ്റെ വളർച്ചയിൽ ഏറ്റവും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഒരു ത്യാഗം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അവരൊരു സാഹചര്യങ്ങൾ ഇതെല്ലാം ഒരുപക്ഷെ ഞങ്ങളെയൊക്കെ വളർത്തിയെടുക്കുമ്പോൾ അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അമ്മ അധ്യാപികയായിരുന്നിട്ട് കിലോമീറ്ററോളം നടന്നു പോയിട്ടാണ് അമ്മ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിട്ടുള്ളത്. അന്ന് ഒരു ബസ്സൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറെ ദൂരം നടക്കണമായിരുന്നു. അത്രയും ത്യാഗം. വെളുപ്പാങ്കാലത്ത് എണീറ്റു രാത്രിയാവുന്ന സമയത്ത് വരുന്നൊരു സാഹചര്യമൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു ത്യാഗമാണ് ശരിക്കും. തീർച്ചയായിട്ടും അച്ഛൻ്റെ പ്രവർത്തനങ്ങളും അമ്മയുടെ ത്യാഗവും അച്ഛൻ്റെ വളർച്ചയിൽ നല്ല പങ്കുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വളർച്ചയിലും അമ്മയ്ക്ക് ഞങ്ങൾ 3 പേര്, ചേട്ടൻ, അനിയത്തി, ഞാൻ. സെൻട്രലാണ് ഞാൻ. അപ്പൊ ഞങ്ങളുടെ വളർച്ചയിലും അമ്മയുടെ പങ്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ ഇപ്പോൾ റിട്ടയർഡാണ്. ഇതില് ഓഫീസറായിരുന്നു, നമ്മുടെ അമ്പലത്തിന്റെ ഇതില് ഓഫീസറായിരുന്നു, ദേവസ്വം ബോർഡിലെ ഓഫീസറായിരുന്നു. പെങ്ങള് വേറെ ജോലിയൊന്നുമില്ല, കല്യാണം കഴിഞ്ഞു, ഹാപ്പിയായിട്ട് ജീവിക്കും. ഭാര്യ ടീച്ചറാണ്, 2 മക്കൾ. ഒരാൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു, ഒരാളിപ്പോൾ +2 പഠിക്കുന്നു. പേരുകൾ ഒരാളുടെ പേര് സാൽവദോർ, ഒരാളുടെ പേര് സാൽവിയോർ. വൈഫിന്റെ പേര് വെറൈറ്റി പേരുകളാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, അത് വിപ്ലവകാരിയായിട്ടുള്ള സാൽവദോർ അലണ്ടയുടെ പേരിലാണ് ഒരാളുടെ പേര്. മറ്റൊന്ന് സാൽവിയോ എന്ന് പറഞ്ഞ മാലാഖയുടെ പേരാണ്. അങ്ങനെയാണ് 2 പേരും ആ രീതിയിൽ. വായിക്കൂ ചേട്ടൻ? അത്യാവശ്യം വായിക്കും. എനിക്ക് തോന്നുന്നേ അതായത്
രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ എസ്പെഷ്യലി സഖാക്കളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നന്നായി വായിക്കും അല്ലെ? വായന ഒരു വലിയൊരു വായനൊരു ഘടകമുള്ള ഘടകമാണ് നമ്മൾ അറിവിനെടുക്കുന്നത്. ഇപ്പൊ പറഞ്ഞ മാതിരി ഇപ്പൊ കമ്പ്യൂട്ടർ അപ്ഡേഷൻ പോലെയാണ്, നമുക്ക് വായന ആ രീതിയിൽ വന്നേ പറ്റുള്ളൂ. നമ്മളിപ്പോ ചെറുതിലേ തുടങ്ങി നമ്മൾ വായന ശീലം ഉണ്ടാവുന്നു. അത് പിന്നെ ദൈനംദിനം മാറുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വായിച്ചേ പറ്റുള്ളൂ. ഈ കാലഘട്ടത്തിലും വായന നമുക്ക് അനിവാര്യമായിട്ടുള്ള ഘടകമായിട്ട് മാറും. പക്ഷെ നമുക്ക് പലപ്പോഴും സമയം അതിന് ചിലപ്പോൾ മാറ്റിവെക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ വായിക്കാൻ ഉപയോഗിക്കും. ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്ക് അല്ലെങ്കിൽ ഒരു ഓഥർ ഉണ്ടാവുമല്ലോ? ഞാൻ ഏറ്റവും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂലധനം ഉൾപ്പെടെയുള്ള അങ്ങനത്തെ ഇതാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. പിന്നെ നമുക്കുണ്ടാകുന്ന വായന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഈ നവോത്ഥാന ഇതുകളെ കുറിച്ചൊക്കെ ഉള്ള ഇതുകൾ, ശ്രീനാരായണ ഗുരു, അതുപോലെ അവരൊക്കെ നമ്മളെ സ്വാധീനിക്കപ്പെടുന്ന ആളുകളാണ്. ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആളുകൾ എന്ന് പറയുന്ന വ്യക്തിത്വങ്ങളിൽ പെടുന്നതാണ് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അങ്ങനെയുള്ള ആ വ്യക്തിത്വങ്ങൾ, പണ്ഡിറ്റ് കറുപ്പഴ, അങ്ങനെയുള്ള ആ വ്യക്തിത്വങ്ങളാണ് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ആളുകളൊക്കെ തന്നെ കൂടുതൽ സ്വാധീനിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. മാക്സ് എംഗൽസും ലെനിനൊക്കെ നമ്മളെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്തരം വ്യക്തിത്വങ്ങൾ, ഗാന്ധിജി ഉൾപ്പെടെ ഉള്ള വ്യക്തിത്വങ്ങൾ നമ്മളെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അതിൽ സംശയമില്ല. ഗാന്ധിജി ആയാലും നെഹ്റു ആയാലും നമ്മളെ സ്വാധീനിക്കപ്പെടുന്ന വ്യക്തികൾ ഒത്തിരി പേരുണ്ടാവുമല്ലോ. സ്വാധീനിക്കപ്പെടുന്ന നമ്മളെ വായനയിലൂടെ നമ്മൾ തീർച്ചയായും കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന വ്യത്യസ്തത എന്ന് പറയുന്നത് ഓരോരുത്തരും നമ്മളെ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓരോ വ്യക്തികളും നമ്മളെ സ്വാധീനിക്കപ്പെടും. അതിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകളാവണമെന്നില്ല, അവരാവണമെന്നില്ലോ. ഇപ്പോൾ കവിയായിട്ട് നമ്മളെ സ്വാധീനിക്കപ്പെടുന്ന ആളുകളുണ്ടാവും. കവിയായിട്ട് ONV നമ്മളെ സ്വാധീനിക്കപ്പെടും, വയലാർ നമ്മളെ സ്വാധീനിക്കപ്പെടും, പി ഭാസ്കരൻ നമ്മളെ സ്വാധീനിക്കപ്പെടും. അതുപോലെ മറ്റ് എഴുത്തുകാരൊക്കെ തന്നെ നമ്മളെ സ്വാധീനിക്കപ്പെടുമല്ലോ. MT ആയാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പലരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. പലരുമായിട്ട്, ഇതിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും, മറ്റു വ്യക്തികളായിട്ടുള്ള ആളുകളുണ്ടാവും, അധ്യാപകരുണ്ടാവില്ല. അപ്പോൾ സ്വാധീനിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യസ്തതകളുണ്ടാവും. ഒരാൾ എന്ന് ഒരുപക്ഷെ നമുക്ക് നമുക്ക് പറയാൻ കഴിയുമോ? എനിക്ക് അതിലൊരു സംശയം തോന്നുന്നത് അതാണ്. ഒരാളാണ് നമ്മളെ സ്വാധീനിക്കപ്പെടുന്നത് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ദിവസം കാണുന്ന ഒരാൾ നമുക്കൊരു പുതിയ അറിവ് തരുമ്പോൾ അയാളുടെ ഒരു വ്യക്തിത്വം നമ്മളെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് സമൂഹത്തിൽ. അതാണ്. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഓരോ ആളുകളും നമ്മളെ സ്വാധീനിക്കപ്പെടുന്ന ആളുകളാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിൽക്കുമ്പോൾ അവർക്ക് നമ്മളെക്കാൾ അറിവ് കൂടുതലുണ്ടാവും. അവരുടെ മേഖലയിൽ നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ആളുകളുണ്ടാവും. അവർ നമ്മളെ സ്വാധീനിക്കുന്നില്ല. അപ്പോൾ അത് വിവിധങ്ങളായിട്ടുള്ള മേഖലയിലുള്ള ആളുകളൊക്കെ സ്വാധീനിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രാഷ്ട്രീയപരമായിട്ട് ഒരുപക്ഷെ നമ്മുടെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ വ്യക്തികൾ, ഇവരൊക്കെ തന്നെ നമ്മളെ തീർച്ചയായിട്ടും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ നല്ല വ്യക്തിത്വങ്ങൾ എല്ലാ മേഖലകളിൽ, എല്ലാ പാർട്ടികളിലും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വിപ്ലവകരമായിട്ടുള്ള ഇതുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ONV-നെ, വയലാറിനൊക്കെ നമ്മൾ സ്വാധീനിക്കും. അങ്ങനെ അത് ഒരു വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞു തരും, അങ്ങനെയൊന്നുമില്ല, വായിക്കും, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള കാര്യം ഈ സാമൂഹിക പ്രവർത്തനം തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതിൽ ടൂറ് പോവുക അല്ലെങ്കിൽ യാത്ര, അങ്ങനത്തെ ഇതുകളിലേക്കൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇത് അങ്ങനെയില്ല. വല്ലപ്പോഴൊക്കെ അങ്ങനെ പോവാ എന്നുള്ളതിലല്ലാതെ അതിനുവേണ്ടി പോവാനതിന് വലിയ ഇതൊന്നും സമയം എടുക്കുന്നില്ല. അത് വേറെ. ഭക്ഷണം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എന്താണ്? സാധാരണ ഞാൻ 3 നേരം ചോറുണ്ണ ആളാണ്. 3 നേരവും അമ്മ എന്നെ ചെറുതിലെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പരിപ്പ് കറിയാണ്. അതാണ് ഏറ്റവും അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അത് അമ്മ എന്ന് വെച്ചാൽ വേറൊന്ന് എളുപ്പമായിട്ടുള്ള സ്കൂളിൽ പോണ നേരത്ത് വെളുപ്പാൻ കാലത്ത് ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണത്തിൽ പരിപ്പ് കറിയും കടലക്കറിയാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റാവുന്നത്. അതാണ് കഴിച്ച് ശീലിച്ചിട്ടുള്ള ഭക്ഷണം. അതിലൊരു ഇന്ന് നമുക്ക് മീൻ സുഭിക്ഷമാണ്. നമുക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണ് നമ്മള്. ഞാൻ പറഞ്ഞത് അമ്മ തന്നതാണ്. ഞാൻ പറഞ്ഞത് ടേസ്റ്റ് മീൻ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. അതെ. ഇനി സുനിലേട്ടന്റെ 2 വരി കവിത കൂടെ കിട്ടിയ അങ്ങനെ ആയിക്കോട്ടെ. ONV-യുടെ ഒരു കവിത തന്നെ ആവാം.
വേർപിരിയുവാൻ മാത്രമൊന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. ഈ വേദനകൾ ഏറ്റുവാങ്ങുന്നു. കരളിലെഴുമീണങ്ങൾ ചുണ്ടു നുണയുന്നു. കവിതയുടെ ലഹരി നുണയുന്നു. കൊച്ചു സുഖദുഃഖ മഞ്ചാടിമണികൾ ചേർത്തു വെച്ചു പുലാങ്കുഴി കളിക്കുന്നു. വിരിയുന്നു പൊഴിയുന്നു യാമങ്ങൾ, നമ്മളും വിരിയുന്നു, യാത്ര തുടരും. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ? പാടിമറയുന്ന പക്ഷികൾ മടങ്ങി വരുന്നു. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ? പാടിമറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ? എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞതേൻ തുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും ഗന്ധങ്ങളും മൗനപാത്രങ്ങളിൽ നീതീർത്ത മാധുര്യവും മാറാപ്പിലുണ്ടെൻ്റെ മാറാപ്പിലുണ്ട്, അതും പേറി ഞാൻ യാത്ര തുടരുന്നു, യാത്ര തുടരുന്നു, യാത്ര തുടരുന്നു. ചേട്ടൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതും ഒരുപാട് ആളുകൾക്ക് റോൾ മോഡൽ ആയിട്ടുള്ള ഒരു വ്യക്തി. ചേട്ടനും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഈ പറയുന്നത് പോലെ ഈ നാടിനെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ചേട്ടന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപാട് ഇന്നത്തെ രാഷ്ട്രീയം മാറി. ശരിക്കും ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടന്റെ രാഷ്ട്രീയത്തിലെ ഒരു അടിസ്ഥാന തത്വം എന്താണ്? രാഷ്ട്രീയത്തിൽ ചേട്ടൻ വിശ്വസിക്കുന്ന ഒരു തത്വം ഉണ്ടായിരിക്കുമല്ലോ, ഇതായിരിക്കണം ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതി, അങ്ങനെയുള്ളത് എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രത്യയശാസ്ത്രം ഉണ്ടല്ലോ. അതിലധിഷ്ഠിതമായിരിക്കും നമ്മുടെ എല്ലാ റൂട്ടുകളും ചാർട്ട് ചെയ്യപ്പെടുന്നത്. അത് സംഘടനാപരമായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മളും പ്രവർത്തനത്തിൻ്റെ രീതിയിലേക്ക് മാറുന്നത്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള തത്വങ്ങളുണ്ട്. നമ്മളെങ്ങനെ ആയിരിക്കണം, നമ്മളെങ്ങനെ പ്രവർത്തിക്കണം, ജനങ്ങൾക്കിടയിൽ എങ്ങനെ ആയിരിക്കണം, ആ ഒരു രീതിയിലാണ് നമ്മുടെ പ്രവർത്തന ശൈലിയെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്, സംഘടനാപരമായിട്ട് നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഞാനല്ല, വ്യക്തി അല്ല അതിൽ കാണുന്നത്. തീർച്ചയായിട്ടും കാണുന്നത് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണോ, അതിൻ്റെ ചട്ടക്കൂട് എന്താണോ, അതിലൊതുങ്ങി നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. അതല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒരു വ്യക്തിയാവാൻ നമുക്കൊരു പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അഭിപ്രായങ്ങൾ ഉണ്ടാവും നമുക്ക്. അഭിപ്രായങ്ങൾ നമ്മുടെ സംഘടനയ്ക്കകത്ത് എന്ന് പറയാവുന്ന അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ആ പാർട്ടി അംഗീകരിക്കുന്നത് മാത്രമേ യാഥാർത്ഥ്യമാവുന്നുള്ളൂ. ഞാൻ പറയുന്നത് പാർട്ടി ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ടിയുടേതായിട്ടുള്ള രീതിയിലേക്ക് വരും. അവിടെ ഞാനെന്നൊരു വ്യക്തി അപ്രസക്തമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യക്തി എന്നുള്ളതല്ല നമ്മുടെ മുന്നിലുള്ളത്. ആ പാർട്ടി എടുക്കുന്ന നിലപാടുകൾക്ക് അനുസൃതമായിട്ട് സമൂഹത്തെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും, ആ സമൂഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നൊരു സമത്വപൂർണ്ണമായിട്ടുള്ളൊരു കാലഘട്ടത്തെയാണല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതാണ്. അപ്പോൾ അവിടെ ജാതിയോ മതമോ ഒന്നും തന്നെ നമ്മുടെ ഇതിൽ വരുന്ന വിഷയങ്ങൾ, ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ളൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിലും വർഗ രഹിതമായിട്ടുള്ളൊരു കാലഘട്ടത്തെ ആ ഒരു രീതിയിലേക്ക് ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള ഇതാണ്. അപ്പം അതുകൊണ്ട് വ്യക്തി എന്ന നിലയ്ക്കുള്ള ഇതല്ല കാണേണ്ടത്, എനിക്ക് കാണാൻ കഴിയുക തീർച്ചയായിട്ടും പാർട്ടി എന്ന പ്രസ്ഥാനത്തിലൂടെ മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ കഴിയില്ല. അല്ല ചേട്ടാ, ഇതില് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ചേട്ടനൊരു അഭിപ്രായം ഉണ്ടായിരിക്കാം, അതൊരു പാർട്ടിയിൽ പറയാം. അതുപോലെ ഈ നാട്ടിലുള്ള നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട അണികൾ ഒരുപാട് പേരുണ്ടാവും. അവരെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ചേട്ടനാണല്ലോ. അവരുടെ അടുത്ത് എങ്ങനെയാണ് കാര്യങ്ങളെ? കാരണം ഇത് ഇപ്പം ഒരു രാഷ്ട്രീയം എന്ന രീതിയിലല്ല, നമ്മൾ എപ്പോഴും ഒരാൾ ചെയ്യുന്നതിനും ഒരുപാട് കൂടുതൽ ഒരു ടീമായിട്ട് ചെയ്യുമ്പം സാധിക്കുമെന്നാണ് പറയാം. കാരണം ഒരാൾ ഓടുന്നതിന് പരിധിയുണ്ട്, എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം പക്ഷേ അതിൽ ഐക്യം വളരെ മുഖ്യമാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ആ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അതിനൊരു കൺവിൻസിങ് പവർ വേണം. സ്വാഭാവികമായിട്ട് ഒരു MLA എന്ന നിലക്ക് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് എനിക്ക് പറയാൻ കഴിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 9.5 വർഷക്കാലം പിന്നീട് എല്ലാവരുമായിട്ട്, ഇപ്പോൾ
അതിൽ ഒരു രാഷ്ട്രീയ വ്യത്യസ്തകൾ കാണുന്നില്ല. നിലപാടുകൾ നമുക്കുണ്ട്. അത് ഒരു ഇടതുപക്ഷ നിലപാടുണ്ടാവും. അതിലപ്പുറമായിട്ടൊരു വികസന കാര്യങ്ങളിൽ മറ്റ് ആളുകളോടുള്ള രീതികളിൽ അതിൽ നമുക്ക് വിവിധ തലങ്ങൾ നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഒരു കോൺഗ്രസിൻ്റേതായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവാം, ഇടതുപക്ഷം ഭരിക്കുന്ന തലങ്ങളുണ്ടാവാം. പക്ഷെ ആ വികസന കാര്യങ്ങളിലൊന്നും തന്നെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസിഡന്റിനെ മാറ്റിയിരിക്കുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടായിട്ടില്ല. വികസന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് വേണ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യ ബുദ്ധിയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഈ 9.5 വർഷക്കാലം ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചു പോന്നിട്ടുണ്ട്. ഒരെതിര് അഭിപ്രായ വ്യത്യാസങ്ങളോ ഈ കാലഘട്ടങ്ങളിൽ ഈ 9.5 വർഷക്കാലമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നു കഴിഞ്ഞാൽ, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, എതിർകക്ഷികളായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ കേട്ടോ, അതിലൊന്നൊരു ഇതില്ല. ഏത് എതിർകക്ഷികളായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയപരമായിട്ട് എതിർകക്ഷികൾ എന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു വ്യക്തിപരമായിട്ട് എനിക്ക് എതിർകക്ഷികളില്ല. രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന എതിർകക്ഷികൾ ആര് വന്നാലും അവർക്കത് അർഹതപ്പെട്ടതാണെങ്കിൽ അത് നേടിക്കൊടുത്തിരിക്കും. ആ രീതി തന്നെയാണ്, അത്രയും നല്ല ബന്ധത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാ വ്യക്തികളോടും ആ രീതി തന്നെ പെരുമാറിയിട്ടുള്ളൂ. അവർക്ക് അർഹതയുണ്ടോ അത് എന്ത് തന്നെ ആയാലും വ്യത്യസ്തകളില്ലാതെ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് അവരെല്ലാവരും വരും, എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരാറുണ്ട്, ചെയ്തു കൊടുക്കാറുണ്ട്. അതിലെനിക്ക് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നല്ല ബന്ധങ്ങളാണ്, കാര്യങ്ങളെ മാത്രം നോക്കിയാൽ കാര്യങ്ങളാണ്, അതാണല്ലോ വേണ്ടത്. അവരുടെ വിഷയം എന്താണോ ആ വിഷയം അവർക്ക് അർഹതപ്പെട്ടതാണോ അതവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം. എങ്ങനെ ചേട്ടൻ പ്രതികരിക്കും? അതായത് തെറ്റിനോട് അല്ലെങ്കിൽ ഒരു നോ പറയുമ്പോൾ എങ്ങനെയാണ്? നോ പറയേണ്ടടുത്ത് നമ്മൾ കഴിയില്ല എന്ന് പറയേണ്ടടുത്ത് കഴിയില്ല എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അവർ അത് ആഗ്രഹം കൊണ്ട് നടക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് അവർ ആഗ്രഹിക്കും. പിന്നീട് എൻ്റെ ഒരു കുറവായിട്ട് അവർ കാണും. സ്വാഭാവികമായിട്ട് അവർ കാണേണ്ടതാണത്, അങ്ങനെ കാണുമല്ലോ. കാരണം പറ്റാത്തൊരു കാര്യം അവരോട് ഞാൻ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. കണ്ടുപിടിച്ചതിൻ്റെ ശീലമുണ്ട്. അച്ഛനുള്ള കാര്യം പറയും, മുഖത്തൂക്കി പറയും. അത് പറ്റില്ലെങ്കിൽ പറ്റില്ല, അത് നടക്കുന്ന കാര്യമാണെങ്കിൽ അപ്പം തന്നെ നടപ്പിലാക്കി കൊടുക്കുക, അതപ്പം തന്നെ ചെയ്തു കൊടുക്കുക. അത്രേ ഉള്ളൂ. അച്ഛൻ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് അത്രയും ഫാസ്റ്റ് ചെയ്യാനല്ല, അച്ഛൻ്റെ അത്രയും ഫാസ്റ്റ് അല്ലേ. അല്ല, കാലഘട്ടത്തിന്റെ മാറ്റങ്ങളുണ്ടല്ലോ തീർച്ചയായിട്ടും. ഇനി കോളേജ് രാഷ്ട്രീയം ശരിക്കും അനിവാര്യമാണോ, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം? കോളേജ് നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ, അപ്പോൾ ജനാധിപത്യം വളർന്നു വരേണ്ടത് തീർച്ചയായിട്ടും താഴെ തട്ടുകളിൽ നിന്ന് തന്നെ വളർന്നു വരണം. അത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണ് പല ആളുകളും. ഇന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരും ആദ്യകാലത്തെ രാഷ്ട്രീയത്തിൽ നിന്നവരൊക്കെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ആളുകളൊക്കെ തന്നെയാണ്. കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇതര മേഖലയിലൊക്കെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ആളുകളൊക്കെ തന്നെ. ഇപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു കരുത്തുകൂടിയായിട്ടാണ് നമ്മൾ വിദ്യാർത്ഥി സംഘടനകളെയും പ്രവർത്തനങ്ങളെയും കുറച്ചുകൂടി വിശാലമായിട്ട് ജനാധിപത്യ സംവിധാനത്തെ വിദ്യാർത്ഥികൾ പഠിപ്പിക്കണം എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കണം, നാടിനെ കുറിച്ച് പഠിപ്പിക്കണം, ചരിത്രം പഠിപ്പിക്കണം, ഇന്നലകളെ കുറിച്ച് പഠിപ്പിക്കണം, നമ്മളെങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ചരിത്ര പുസ്തകങ്ങളിൽ പോലും പലതും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥ ചരിത്രം പോലും പഠിപ്പിക്കാത്ത സാഹചര്യങ്ങളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകനാവുന്നത്. സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തിലുണ്ടാവേണ്ട മാറ്റങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ഇതിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പൊതുവായിട്ട് നമ്മളെ പഴയ തലമുറയെ കണ്ടു വളർന്ന നമ്മളാണ്. നമ്മൾക്ക് ഒത്തിരി ആളുകളെ നമ്മൾ കണ്ടു വളർന്നിട്ടുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവരെങ്ങനെയാണ് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പാഠങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ ഒരു വികസനമായിട്ടും പ്രവർത്തനങ്ങളായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്നത്. ഓരോരുത്തരും കണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം അനിവാര്യമാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കോളേജിലായാലും മറ്റു മേഖലകളിലൊക്കെ തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതിലൊന്നും മാറ്റി നിർത്തലുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പക്ഷേ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും.
ഇന്നത്തെ ജനറേഷൻ എങ്ങനെ അതിനൊരു താല്പര്യം കാണിക്കുന്ന ആളുകളായിട്ടാണോ തോന്നിയിട്ടുള്ളത്? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൊരു പക്ഷേ അതിൽ കുറവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എല്ലാ കാലത്തും നിൽക്കുന്ന വിശ്വസിക്കുന്നില്ല. രാജ്യത്തുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു പക്ഷേ സ്പോണ്ടേനിയസ് ആയിരിക്കാം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ തലമുറയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരുടേതായിട്ടുള്ള ഇപ്പോൾ ഒരു സമരത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ അവർ ഇടപെടുന്നില്ല എന്ന് വരാം. പക്ഷേ അവർക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, കൃത്യമായിട്ടുള്ള അവർക്ക് വീക്ഷണങ്ങൾ അവർക്കൊക്കെ അവരുടെ മനസ്സിലൊക്കെ തന്നെ ഉണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരും പഠിക്കുന്നത് ഒരു പക്ഷേ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയല്ല അവർ പഠിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത്. രാഷ്ട്രീയം എല്ലാവരുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും. ചേട്ടൻ ഇപ്പൊ ഒരു 9.5 വർഷമായി ഈ ഒരു ജനപ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധി ഓൾറെഡി ആണ്, പക്ഷെ എന്നിരുന്നാലും ഈ MLA എന്നുള്ള ആ ഒരു സ്ഥാനത്തില് ഇത്രയും കാലത്തിനിടയ്ക്ക് ചേട്ടന്റെ മനസ്സ് തൊട്ട ഒരു കാര്യം ചെയ്തത് എന്തായിരിക്കും? മനസ്സിൽ ഏറ്റവും കൂടുതൽ ചെയ്തൊരു സംതൃപ്തി കൂടുതൽ കിട്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ. സംതൃപ്തിയായിട്ട് ഞാൻ ഇവിടെ കൊടുങ്ങല്ലൂർ നഗരസഭയിലാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അവിടെ ഒരു കൂരയായിരുന്നു. അവിടെ ഒരു കനാൽ ബേസ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കൂരകളിൽ ആയിരുന്നു അവർ ജീവിച്ചിരുന്നത്. മഴ വന്ന ഇത് കയറും, അതിനനുസരിച്ച് വെള്ളം കയറും. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു 12ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. ഈ 12ഓളം കുടുംബങ്ങൾ വർഷങ്ങളായിട്ട് അവിടെ ജീവിച്ചിരുന്നവരാണ്. അവിടെ ആ 12 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് പണിത് കൊടുത്തു. ആസ്തി വികസന ഫണ്ടിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഫ്ലാറ്റ് ആസ്തി വികസന ഫണ്ടിലൂടെ നൽകുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് 12 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് പണിത് കൊടുത്തത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനത്തിൽ സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ ഫ്ലാറ്റ് അനുഭവിച്ചത്. അത്രയും ഇതായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് എൻ്റെ മറക്കാൻ പറ്റാത്തൊരു കാര്യം. അതിന് ആ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഈ പറയുന്നത് ഡിസിഷൻ നമ്മളത് ആദ്യം അത് മുനിസിപ്പാലിറ്റിക്ക് അത് ഇത് ചെയ്ത് കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചു. പക്ഷേ അതൊരു ചെറിയൊരു മുറിയായിട്ട് മാത്രം ഒരാൾക്ക് മാത്രം താമസിക്കാവുന്ന ഒരു രീതിയിലാണ്. അതൊരു വടക്കേന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഒരു മാതൃകയിൽ ഇവിടെയും ആ ഒരു സ്ട്രക്ചർ പണിത് വെച്ചത്. അപ്പോൾ അതിലാർക്കും ഇത് ചെയ്യാൻ കഴിയില്ല, താമസിക്കാൻ കഴിയില്ല. ഒരു കുടുംബത്തിന് താമസിക്കാൻ അവിടെ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു സംവിധാനം അനുസരിച്ച് അങ്ങനെ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കണ്ടപ്പോൾ ഞാൻ മുനിസിപ്പാലിറ്റിയായിട്ട് ആലോചിച്ച് അന്നത്തെ തോമസ് ഐസക് മിനിസ്റ്ററാണ് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി. മിനിസ്റ്ററോട് ഞാൻ പറഞ്ഞ് ഇങ്ങനൊരു വിഷയമാണ്, ഇവർക്ക് എന്തായാലും ആസ്തി വികസന ഫണ്ടിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതിൽ എനിക്ക് ആക്കിത്തരണം. എന്നാൽ ആ ചരിത്രപരമായിട്ടുള്ള ആ തീരുമാനം എടുത്തത് ബഹുമാനായിട്ടുള്ള തോമസ് ഐസക് മിനിസ്റ്ററാണ്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളിലൂടെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ആദ്യമായി എടുക്കുന്നൊരു തീരുമാനം, അത് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഗുണമായി എന്നുള്ളതാണ്. സത്യത്തിൽ നന്ദി പറയേണ്ടത് തോമസ് ഐസക്കിനോടാണ്. ഇപ്പം നമ്മൾ കോട്ടപ്പുറം കായലിന്റെ തീരത്താണ് നിൽക്കുന്നത്. മഴ കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എന്താ പറയുക, നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലത്താണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും നമ്മൾ പുറത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് TV-യിലൂടെ കാണുന്ന MLA-മാരല്ല ശരിക്കും അവരുടെ ഉള്ളിൽ എന്നുള്ളതാണ്. ഈ ഒരു ലീഡർഷിപ്പ് അൺഫിൽറ്റേർഡിൽ സീരിയസ്ലി നമ്മൾ അത്രയധികം ആളുകളുടെ ഉള്ളിലൂടെ അവരുടെ വന്ന വഴികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും ചേട്ടൻ്റെ ഈ ഒരു സക്സസ് ഇനിയും മുന്നോട്ട് പോകട്ടെ. ചേട്ടനെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടാവട്ടെ. കാരണം ചേട്ടൻ സന്തോഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ നാടിന്റെ വികസനമാണ്, ഈ നാട്ടിലെ ആളുകളുടെ സന്തോഷമാണ്. ഞാൻ നിങ്ങളിവിടെ നിൽക്കുന്ന ഒരു മണ്ണ് ഏറ്റവും പ്രത്യേകപ്പെട്ട മണ്ണാണ്. ഇത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു മണ്ഡലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇത് മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നുള്ളതാണ്. ഇതിലാണ് തോമസ് ലീഗ വന്നിറങ്ങിയത്. ഇവിടെയാണ് ആദ്യത്തെ ജുമ നടന്നിട്ടുള്ള ചേരമാൻ ജുമാ മസ്ജിദ് ഇവിടെയാണ്. ലോകത്തെ തന്നെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ കാവായിട്ടുള്ള കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഇവിടെ തന്നെയാണ്. ജൂതന്മാർ വന്നിറങ്ങിയത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് മാളയിലേക്ക് അവർ ഈ വഴി തന്നെയാണ് മാളയിലേക്ക് പോയത്. ശൈവ വൈഷ്ണവ ക്ഷേത്രത്തിൻ്റെ കേന്ദ്രം കൂടിയാണിത്. മഹാഭാരതം പദാനുപദം തർജ്ജമ ചെയ്ത കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മണ്ണാണിത്. ഈ ഭാസ്കരൻ്റെ മണ്ണാണിത്.
ഇവിടെ ജനിച്ചു വളർന്ന സച്ചിദാനന്ദ മാഷ മണ്ണാണ് ഈ മണ്ണെന്ന് പറഞ്ഞാൽ ഏറെ പ്രത്യേകത ഉള്ള ഒരു മണ്ണാണ്. ഇതൊരു ലോക ചരിത്രത്തിൽ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു കവാടമാണ്. വിദേശികൾ കടന്നു വന്നിട്ടുള്ള എല്ലാ വിദേശികളും കടന്നു വന്നിട്ടുള്ള ഒരു ഒന്നാണ് നമ്മുടെ ഈ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത്. അതാണ് ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഉൾപ്പെടെയുള്ള ഈജിപ്തുകാരും റോമക്കാരും എല്ലാം കടന്നു വന്നിട്ടുള്ളൊരു കവാടം കൂടിയാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. ആ ഒരു പൈതൃക മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ പിറന്ന ഈ മണ്ണ് എന്നുള്ള രീതിയിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ഇവിടെ എത്തിച്ചേർന്നതിൽ നിങ്ങളോട് ഇതെല്ലാം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം വരുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.